Hi all, this is Aishwarya from Nexa Global. Today I am going to discuss about tenses. I already discussed about the different types of tenses. ഇന്ന് നമുക്ക് ടെൻസ് എന്ന് പറഞ്ഞ പോർഷൻ ആണ് പഠിക്കുന്നത്. ഞാൻ അതിന്റെ വീഡിയോ ഓൾറെഡി ഡിസ്കസ് ചെയ്തായിരുന്നു. Today I am going to discuss about the PPT. Okay. Introduction to tenses. What is tense? Tense, that means time of an action or event. Tenses are the fundamental part of English grammar, marking the time of an action or its state of being. They can denote past, present, or future, each adding depth and specified to the language context. Tenses, that means time of an action. ഒരു കാലം എന്നാണ് ടെൻസിനെ നമ്മൾ മലയാളത്തിൽ പറയുന്നത്. ഇറ്റ് ക്യാൻ ബി ഡിവൈഡഡ് ത്രീ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. വാട്ട് ആർ ദേ? പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ. പാസ്റ്റ്, ദാറ്റ് മീൻസ് കംപ്ലീറ്റഡ് ആക്ഷൻ ഇൻ പാസ്റ്റ്. ഫിനിഷ്ഡ് ആക്ഷൻ, നമ്മൾ കംപ്ലീറ്റ് ചെയ്ത കാലത്തിനെയാണ് പാസ്റ്റ് ടെൻസ് എന്ന് പറയുന്നത്. ഭൂതകാലം എന്നാണ് മലയാളത്തിൽ പറയുക. ഓക്കെ. പ്രസന്റ് ടെൻസ്, ദാറ്റ് മീൻസ് ദിസ് മൊമെന്റ്, ടുഡേ, the present, it comes under present tense. Okay. Future tense, that means prediction about future, tomorrow, 1 month ago, it comes under future tense. Okay. ഭാവികാലം. Three types of tenses. What are they? Present tense, past tense and future tense. വർത്തമാനകാലം, ഭൂതകാലം, ഭാവികാലം. ഭൂതകാലം, that means past tense, already completed action. Then present tense, that is വർത്തമാനകാലം. Then today, this moment, like that, it comes under present tense. Then future tense, that will be prediction about future. Okay. Next, are the different aspects of different tenses. Present tense, aspects of the present tense are simple present, present continuous, present perfect continuous. Aspect of the past tense, simple past, past continuous, past perfect continuous. Aspects of the future tense, simple future, future continuous, future perfect continuous. Okay. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ടെൻസസ് ആണ് ഞാൻ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. പ്രസന്റ് ടെൻസ്, സിമ്പിൾ പ്രസന്റ് ടെൻസ്, ദാറ്റ് മീൻസ് ഇപ്പൊ നടക്കുന്ന കാര്യം. സോ യൂസേജ് ഓഫ് ദ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആർ ഹാബിച്വൽ ആക്ഷൻ, പെർമനന്റ് സിറ്റുവേഷൻ, ദെൻ ടൈം ഡ്യൂറേഷൻ. ദൈനംദിന ശീലങ്ങളെ കുറിച്ചും അതല്ലെങ്കിൽ യൂണിവേഴ്സൽ പ്രപഞ്ച സത്യങ്ങളെ കുറിച്ചും ഒക്കെ പറയുന്നത് പ്രസന്റ് ടെൻസിലാണ്. ഓക്കെ. ദാറ്റ് മീൻസ് ഐ യൂഷ്വലി വേക്കപ്പ് അറ്റ് 6 o'clock. I usually wake up at 7 o'clock. ഞാൻ എഴുന്നേക്കുന്ന ടൈം, നമ്മൾ എഴുന്നേക്കുന്ന ടൈം ഡിപ്പെൻഡ് ചെയ്ത് 6 o'clock അല്ലെങ്കിൽ 7 o'clock. ഡെയിലി നമ്മൾ എഴുന്നേക്കുന്ന ഒരു ടൈം ഡ്യൂറേഷൻ ഡിപ്പെൻഡ് ചെയ്ത് പറയുന്നത് ദാറ്റ് ഈസ് ദ ഡെയിലി റുട്ടീൻ. സോ ദാറ്റ് ഈസ് പ്രസന്റ് ടെൻസ്. സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്. സൂര്യൻ ഉദിക്കുന്നത് കിഴക്കാണ്. സോ ദാറ്റ് ഈസ് ദ യൂണിവേഴ്സൽ ട്രൂത്ത്. സോ ഇറ്റ് ഈസ് പ്രസന്റ് ടെൻസ്, സിമ്പിൾ പ്രസന്റ് ടെൻസ്. ഷീ സിങ്സ് ബ്യൂട്ടിഫുള്ളി. അവള് മനോഹരമായി പാടുന്നു. സോ ദാറ്റ് ഈസ് ദ സിമ്പിൾ പ്രസന്റ് ടെൻസ്. ഇറ്റ് ഓൾവേസ് റെയിൻസ് ഡ്യൂറിംഗ് ദ മൺസൂൺസ്. സോ ദാറ്റ് ഈസ് ദ പ്രസന്റ് ടെൻസ്. ഓക്കെ. മീറ്റിംഗ് സ്റ്റാർട്ട് അറ്റ് 7 o'clock. മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈം 7 o'clock ആണ്. ടൈം ഡ്യൂറേഷൻ. ഓക്കെ. ദാറ്റ് ഈസ് എ സിമ്പിൾ പ്രസന്റ് ടെൻസ്. ഓക്കെ. ഫോം ഓഫ് ദ സിമ്പിൾ പ്രസന്റ് ടെൻസ്, സബ്ജക്ട് പ്ലസ് വെർബ് പ്ലസ് ഒബ്ജക്ട്. സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ ഫോം ആണ് സബ്ജക്ട് പ്ലസ് വെർബ് പ്ലസ് ഒബ്ജക്ട്. Subject plus verb plus object. Past tense. Past tense, already finished the action. Already completed the action on past tense. The past tense refers to the action or event or state that are no longer occurring or that took place at a specific time in the past. Already completed ആയിട്ടുള്ള കാര്യം. That is the past tense. ഭൂതകാലം എന്നാണ് മലയാളത്തിൽ പറയുക. Subject plus V2 form of the verb plus object. So that is the form of the past tense. Past tense ന്റെ form ആണ് subject plus V2 form of the verb plus object. Example of the past tense. Example of the past tense. What are they? The bird flew away. She dances at the party last night. Last night എന്താണ്? ഡാൻസ് ചെയ്തു അവൾ. സോ പാർട്ടിയിലാണ് ആ ഡാൻസ് ചെയ്തത്. കഴിഞ്ഞ കാര്യമാണ് അല്ലെ. Then I met my friend yesterday. ഞാൻ എന്റെ ഫ്രണ്ടിനെ കണ്ടുമുട്ടി ഇന്നലെ.
ഇന്നലെ കഴിഞ്ഞു പോയ കാര്യം, ഓൾറെഡി കഴിഞ്ഞ കാര്യം ഇന്ന് പ്രസന്റ്ലി ഞാനത് ടോക്ക് ചെയ്യുകയാണ്. സോ ദാറ്റ് ഈസ് ദ പ്രസന്റ് ടെൻസ്. ഓക്കെ, സബ്ജക്ട് പ്ലസ് V2 ഫോം ഓഫ് ദ വെർബ്. 3 വെർബ്സ് ആണ്, V1, V2, V3 ഫോം ആണ് ഉള്ളത്. ഓക്കെ, സോ V2 ഫോം ഓഫ് ദ വെർബ് ആണ് ഇവിടെ പാസ്റ്റ് ടെൻസിൽ വരുന്നത്. നെക്സ്റ്റ് ഫ്യൂച്ചർ ടെൻസ്, ദാറ്റ് മീൻസ് പ്രഡിക്ഷൻ അബൌട്ട് ഫ്യൂച്ചർ. ഫ്യൂച്ചറിനെ കുറിച്ച്, ഭാവിയെ കുറിച്ചുള്ള പ്രഡിക്ഷൻ ഡിപ്പെൻഡ് ചെയ്ത് പറയുന്നതാണ് ഫ്യൂച്ചർ ടെൻസ്. Okay, future tense expresses action that are expected to happen in the future or that will occur after the present moment. ഫ്യൂച്ചറിനെ കുറിച്ച് ഈ പ്രസന്റ് ആയിട്ടുള്ള മൊമെന്റിൽ നമ്മൾ പ്രഡിക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഫ്യൂച്ചർ ആക്ഷനിൽ വരുന്നത്. Affirmative sentence in the future tense follow the rule of subject plus will or shall plus verb. Form ആണ് subject plus will or shall plus verb. Example of future tense. She will meet us at the airport. അവൾ മീറ്റ് ചെയ്യും എയർപോർട്ടിൽ വെച്ച്. I will go. ഞാൻ പോകും. എന്നുവെച്ചാൽ നടക്കാൻ പോകുന്നതേ ഉള്ളൂ, പക്ഷെ നടന്നിട്ടില്ല. So that is the future tense. Monica will come tomorrow. നാളെ മോണിക്ക വരും. വന്നോ? ഇല്ല. സോ പ്രസന്റ് മൊമെന്റിൽ നമ്മൾ പറയുവാണ് ഫ്യൂച്ചറിനെ കുറിച്ച്. സോ ദാറ്റ് ഈസ് ദ ഫ്യൂച്ചർ ടെൻസ്. The event will start at 6 p.m. ഇവന്റ് സ്റ്റാർട്ട് ചെയ്യും 6 p.m. 6 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. She will meet us at the airport next week. നെക്സ്റ്റ് വീക്കിൽ എയർപോർട്ടിൽ മീറ്റ് ചെയ്യും. സോ ദാറ്റ് ഈസ് ദ ഫ്യൂച്ചർ ടെൻസ്. ഓക്കെ, സബ്ജക്ട് പ്ലസ് will or shall plus verb is the form of the future tense. Okay, today I am discuss about the tense and the different types tenses. Tense that indicate time of an action. Then 3 types of tense: present tense, past tense and future tense. Present tense in the form subject plus verb plus object. Past tense in the form subject plus V2 form of the verb plus object. Future tense in the form subject plus will plus object. Okay, നിങ്ങൾക്ക് കാര്യങ്ങൾ ക്ലിയർ ആയിരുന്നു വിശ്വസിക്കുന്നു. 2-3 ടൈംസ് വീഡിയോസ് കാണുക, PPTs നോക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ വാട്സാപ്പ് ത്രൂ ചോദിക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.